പോലെ വലിയുള്ളാഹി തൃപ്പനഞ്ചി മുഹമ്മദ് മുസ്ലിയാർ എന്നവരുടെ 15ാമത്തെ ആണ്ട് നേർച്ചയും അതുപോലെ ദുആ മജ്‌ലിസ്, അതിനുവേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഏകദേശം 14 വർഷത്തോളമായി നമ്മുടെ മഹല്ലിന്റെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വളരെ വിപുലമായി നടത്തപ്പെട്ടിരുന്ന ഒരു പരിപാടിയാണ് ഈ പരിപാടി എന്നത് നമുക്ക് നേരത്തെ മനസ്സിലായി. ഈ പരിപാടിയിൽ എനിക്ക് ഏൽപ്പിച്ചിട്ടുള്ള വിഷയം ബഹുമാനപ്പെട്ട സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദിനെ കുറിച്ചുള്ള അനുസ്മരണമാണ്. ഇസ്ലാമിൽ ഇൽമിനും അത് ചുമക്കുന്ന ഉലമാക്കൾക്കും വളരെ വലിയ സ്ഥാനമാനങ്ങളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാരെന്ന് പറയുന്നത്. അതിനാൽ തന്നെ അവരെ ആദരിക്കൽ ദീനിന്റെ ഭാഗവും അവരെ അധിക്ഷേപിക്കുന്നതും പരദൂഷണം പോലത്തത് ഗീബത്ത് പറയുന്നതുമൊക്കെ വലിയ കുറ്റമാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തന്നെ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടവരെയും അതായത് പണ്ഡിതന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പല പദവികൾ നൽകി ഉയർത്തുന്നതാണ്. സൂറത്തുൽ മുജാദലയിൽ ഈ ആയത്ത് കാണാം. അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് തന്നെ പണ്ഡിതന്മാരെ ആണ് എന്ന് വിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിന്റെ ദാസന്മാരിൽ നിന്ന് അവനെ ശരിയായി ഭയപ്പെടുന്നത് പണ്ഡിതന്മാർ മാത്രമാണ് എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. മാത്രമല്ല, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരല്ല എന്ന വിശുദ്ധമായ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, നബിയെ തങ്ങൾ പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാകുമോ? ഒരിക്കലും തന്നെ തുല്യരാവുകയില്ല. പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാ വഇന്നമാ വറസുൽ ഇൽമ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, തീർച്ചയായും പണ്ഡിതന്മാരെന്ന് പറയുന്നത് വറസത്തുൽ അംബിയാ, പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാ, അല്ലാഹുവിന്റെ പരിശുദ്ധരായ പ്രവാചകന്മാർ അവർ ദീനാറോ ദിർഹമോ ധനമോ അനന്തരമായി നൽകിയിട്ടില്ല. പിന്നെ അവർ എന്താണ് അനന്തരമായി നൽകിയത്? വഇന്നമാ വറസുൽ ഇൽമ, അവർ വിജ്ഞാനത്തെ, അറിവിനെയാണ് അവർ അനന്തരം നൽകിയത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്, നമുക്കറിയാം അദ്ദേഹത്തിന്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ മഹല്ലിന്റെ ഖതീബായിക്കൊണ്ട് 16ാമത്തെ 17ാമത്തെ വയസ്സിൽ തന്റെ നാട്ടിലെ മഹല്ലിലെ ഖതീബായിക്കൊണ്ട് സേവനമനുഷ്ഠിക്കാൻ ആരംഭിക്കുകയാണ്. ആ പള്ളിയിലെ മുഅദ്ദിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് തന്നെയായിരുന്നു. അങ്ങനെ 17ാമത്തെ വയസ്സിൽ അദ്ദേഹം ആ ചാർജ് എടുത്ത് വളരെ സുന്ദരമായ രീതിയിൽ ഖുതുബയും മറ്റുമൊക്കെ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ 20ാമത്തെ വയസ്സിൽ ആ മഹല്ലിന്റെ ഖാദി സ്ഥാനം ഏൽപ്പിക്കപ്പെടുകയാണ്. മഹാനായ ശംസുൽ ഉലമയുടെ വളരെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. ആ ആലിക്കുട്ടി ഉസ്താദ് 20ാമത്തെ വയസ്സിൽ തന്നെ തന്റെ മഹലിന്റെ ഖാദി പട്ടം
ഏറ്റെടുക്കുകയാണെന്ന് മാത്രമല്ല, ജീവിതകാലം മുഴുവനും അദ്ദേഹം വഫാത്താകുന്നത് വരെയും അദ്ദേഹം നാട്ടിലെ ഖാദിയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാനത്തേക്ക് അദ്ദേഹം 1986 മുശാവറ മെമ്പറായി 40 അംഗ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരംഗമായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയാണ്. മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളടക്കം ആ യോഗത്തിൽ തെരഞ്ഞെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെയും സമസ്തയുടെ മുശാവറ മെമ്പറിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ബഹുഭാഷാ പണ്ഡിതനാണ്. ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ വിദേശത്തും മറ്റുമൊക്കെ പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട്. അതിന് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറയുന്നത് ബഹുമാനപ്പെട്ട ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ്. വ്യാഴാഴ്ച ഉച്ചക്ക് അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ വാർത്ത നാനാഭാഗങ്ങളിലേക്ക് അലയടിക്കുമ്പോഴേക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി തിക്കും തിരക്കുമായി രാത്രിയും നേരം വെളുക്കുന്നത് വരെയും ക്യൂ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഒന്ന് കാണാൻ കൊതിച്ചുകൊണ്ട് ക്യൂ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് രാഷ്ട്രീയക്കാരെന്ന് വേണ്ട, മറ്റ് ഇതര പണ്ഡിതന്മാരെന്ന് വേണ്ട, എല്ലാ വിഭാഗം ആളുകളും ഒരുപോലെ അദ്ദേഹത്തെ കാണാൻ വരികയാണ്. അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വരികയാണ്. 70ഓളം തവണയാണ് മയ്യത്ത് നിസ്കരിച്ചത് എന്ന് കാണാം. അത്രത്തോളം വലിയ സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സമീപവും അത്രമാത്രം സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും വിനയത്തോടും കൂടിയായിരുന്നു. അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയുന്നതായി കാണാം, ഏത് മുതഅല്ലിമീങ്ങളാണെങ്കിലും വിനയത്തോടെ ചിരിച്ചുകൊണ്ട് മാത്രമേ അവരോട് സംസാരിക്കുകയുള്ളൂ. അത്രമാത്രം മഹാനാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു. അങ്ങനെ ഉഖ്റവിയായ പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പണ്ഡിതന്മാരായി കഴിഞ്ഞാൽ സർവ്വചരാചരങ്ങളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലസ് സമാവാതി വൽ അർദ് യതനംലതു ഫീ ജുഹരിഹാ വഹത്തൽ ഹൂത ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ. ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവന് വേണ്ടി അല്ലാഹുവും അവന്റെ മലക്കുകളും ആകാശഭൂമികളിലുള്ളവരും, എന്തിനേറെ പുറ്റിലെ ഉറുമ്പ് പോലും കടലിലെ മത്സ്യം പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഹബീബായ നായകൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആബിദിനേക്കാൾ സ്ഥാനമാണ് പണ്ഡിതനുള്ളത്. ഫളലുൽ ആലിമി അലൽ ആബിദി കഫളി അലാ അദ്നാകും. ഒരു സാധാരണ ആരാധനയേക്കാൾ പണ്ഡിതനുള്ള ശ്രേഷ്ഠത എന്ന് പറയുന്നത് നിങ്ങളിൽ ഏറ്റവും താഴെയുള്ള ആളേക്കാൾ എനിക്കുള്ള ശ്രേഷ്ഠത പോലെയാണെന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഫളൽ ആലിമി അലൽ ആബിദി കഫളിൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സാഇരിൽ ഖവാകിബ്. ആരാധനയേക്കാൾ പണ്ഡിതനുള്ള ശ്രേഷ്ഠത എന്ന് പറയുന്നത് പൗർണവിരാവിൽ മറ്റു നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രനുള്ള ആധിപത്യവും തിളക്കവും പോലെയാണ് എന്നാണ് ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹ്ഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അതുകൊണ്ട് അറിവിന്റെ വഴിയിൽ ഉഖ്റവിയായ പണ്ഡിതന്മാരാകാൻ വേണ്ടി
ഉഹ്റവിയായ മുതഅല്ലിമാകാൻ വേണ്ടി ആരെങ്കിലും അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു പാതയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതുമൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള പാത തന്നെ അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖുമൈൽ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ പ്രസിദ്ധമായ ഒരു ഉപദേശമുണ്ട്. അൽ ഇൽമു ഖൈറുൻ മിനൽ മാൽ, അൽ ഇൽമു യഹ്റുസുക വ അൻത തുഹ്റുസുൽ മാൽ വൽ മാൽ തൻഖുസുഹു നഫഖ വൽ ഇൽമു യുസഖി അലാ നഫഖ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ധനത്തേക്കാൾ ഉത്തമമായത് വിജ്ഞാനമാണ്. അറിവ് നിന്നെ സംരക്ഷിക്കും, എന്നാൽ ധനത്തെ നിന്നെ സംരക്ഷിക്കേണ്ടതുണ്ട്. ചെലവഴിക്കും തോറും ധനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു, എന്നാൽ അറിവ് പങ്കുവെക്കും തോറും പറഞ്ഞു കൊടുക്കും തോറും വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന സാധനമാണ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നു, ലൗലൽ ഉലമാ ലസ്വാറ الناس مثل البهائم أي أنهم بالتعليم يخرجون الناس من حد البهيمية إلى حد الإنسانية. പണ്ഡിതന്മാരില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ മൃഗങ്ങളെ പോലെയാകുമായിരുന്നു. അതായത് അധ്യാപനത്തിലൂടെയാണ് അവർ മനുഷ്യനെ മൃഗതയുടെ തലത്തിൽ നിന്ന് മനുഷ്യത്വത്തിന്റെ തലത്തിലേക്ക് ഉയർത്തുന്നത് എന്ന് നമ്മെ മഹാന്മാരെ പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ നമ്മിൽ നിന്ന് ഇതാ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓരോ പണ്ഡിതൻ മരണപ്പെടുമ്പോഴും ആ സ്ഥാനത്തേക്ക് അതുപോലെയുള്ളൊരു പണ്ഡിതനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയില്ല. ഒരു പണ്ഡിതന്റെ മരണമെന്ന് പറയുന്നത് ലോകത്തിന്റെ തന്നെ മരണമാണെന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ലമൗതു ഖബീലത്തിൻ ഐസറു മിൻ മൗതി ആലിം, ഒരു ഗോത്രം മുഴുവൻ മരണപ്പെടുന്നതിനേക്കാൾ ഗുരുതരമാണ് ഒരു പണ്ഡിതന്റെ മരണം എന്ന് പറയുന്നത്. മൗതുൽ ആലിമി ഫുൽമത്തുൻ ഫിൽ ഇസ്ലാം ലാ യസുദ്ദുഹാ ശൈഉൻ മഖ്തലഫൽ ലൈലു വന്നഹാർ. ഒരു പണ്ഡിതന്റെ മരണം എന്ന് പറയുന്നത് ഇസ്ലാമിൽ വീഴുന്ന വലിയൊരു വിള്ളലാണ്. രാവും പകലും മാറി മറയുന്ന കാലത്തോളം മറ്റൊരു വസ്തു കൊണ്ടും അത് നികത്തപ്പെടാൻ സാധിക്കുകയില്ല എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു, ഖീല സഈദ് ഇബ്നു ജുബൈർ മാ അലാമത്തു ഹലാക്കിൻ നാസ്, എന്താണ് ജനങ്ങളുടെ നാശത്തിന്റെ അധപ്പതനത്തിന്റെ അടയാളം എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇദാ ഹലക ഉലമാഉഹും, അവരിൽ നിന്നുള്ള ഉലമാക്കൾ പണ്ഡിതന്മാർ മരണപ്പെട്ടു പോകലാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണെന്ന് മനസ്സിലാക്കി ഓരോ പണ്ഡിതനെയും അതിൻ്റെതായ രീതിയിൽ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. പണ്ഡിതന്മാരുടെ മരണത്തിലൂടെ ഇൽമു ഉയർത്തപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇന്തിസാഅൻ യൻസദിഉ മിനൽ ഇബാദ് വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ ഇത്തഖദ الناس رؤوسا جهالا فاسئلوا فأعطوا أفتوا بغير علم فضلوا وأضلوا. അള്ളാഹു ജനങ്ങളിൽ നിന്ന് അറിവിനെ പെട്ടെന്ന് പിടിക്കപ്പെടുകയില്ല, മറിച്ച് പണ്ഡിതന്മാരുടെ മരണം മുഖേനയാണ് അറിവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു പണ്ഡിതൻ പോലും ശേഷിക്കാത്ത അവസ്ഥ വന്നാൽ ജനങ്ങൾ അജ്ഞരായ ആളുകളെ നേതാക്കന്മാരാക്കും. പിന്നെ അവരോട് ചോദിക്കും, അവരും ഭയക്കും, അവരെ മറ്റുള്ളവർ ഭയപ്പിക്കുകയും ചെയ്യും. അത്രത്തോളം വലിയ വഴികേടിലേക്ക് എത്തുമെന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇത്തരം വിഭാഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹായ അമലായി അതിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമസ്തയുടെ ഏത് പണ്ഡിതന്മാർ മരണപ്പെടുമ്പോഴും വഫാത്താകുമ്പോഴും
വലിയ വലിയ നഷ്ടങ്ങളാണ് നമുക്ക് നൽകിയത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ, അവിടെ നിങ്ങോട്ട് തുടങ്ങി ചെറുശ്ശേരി ഉസ്താദ്, പാളമ്പാടി ഉസ്താദ്, അതുപോലെ അത്തിപ്പറ്റ ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി ഓരോ പണ്ഡിതന്മാരും മരണപ്പെടുമ്പോ അതിനെ നികത്താൻ മറ്റൊരാൾ വന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. മറ്റുള്ള പ്രാർത്ഥനകളും മറ്റുമൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പ്രാർത്ഥിക്കും. എല്ലാവർക്കും വേണ്ടിയും എല്ലാ വിഷയത്തിനു വേണ്ടിയും ഉസ്താദ് അവറുകൾ പ്രാർത്ഥിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ തിരുവാക്യത്തോടുകൂടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. സല്ലു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വ ആലി. എല്ലാവരും എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. آمين. السلام عليكم ورحمة الله وبركاته.